ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഓരോ ബിഗ്നേഴ്സും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. യൂട്യൂബിൽ എങ്ങനെ ക്ലിക്ക് ആകാം, യൂട്യൂബിൽ എങ്ങനെ ഒന്ന് വിജയിക്കാൻ പറ്റും, വീഡിയോ ഇട്ടിട്ടൊന്നും നടക്കുന്നില്ല, കുറച്ച് വീഡിയോ ഇട്ടതേ ഉള്ളൂ എന്നിട്ട് സബ്സ്ക്രൈബർ കയറുന്നില്ല, കുറേ വീഡിയോ ഇട്ടു പക്ഷേ എന്നിട്ടും സബ്സ്ക്രൈബർ ഇല്ല, വാച്ച് ഓവർ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണല്ലേ. എൻ്റെ അടുത്ത് പലരും വിളിച്ച് ചോദിച്ചായിരുന്നു, ബ്രോ ഇത് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. യൂട്യൂബ് ചാനൽ 2026 തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്ക് എന്തായാലും ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ എനിക്ക് അത്യാവശ്യം റീച്ച് ആവുന്നുണ്ട്, അതുപോലെ തന്നെ സബ്സ്ക്രൈബർ കയറുന്നുണ്ട്, വാച്ച് ഓവർ എല്ലാം കയറുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ മറ്റൊന്നും പറയാനില്ല, നമുക്ക് നേരെ ഇന്നത്തെ കണ്ടന്റിലോട്ട് പോയിട്ട് വരാം. നമ്മളെ കണ്ടന്റ് ഇട്ടതുപോലെ തന്നെ 2026 എങ്ങനെ നമുക്ക് യൂട്യൂബ് ചാനൽ വിജയിക്കാം. 2026 27 ഏത് വർഷമായിക്കോട്ടെ നമ്മൾ വീഡിയോ ഇടുന്നത് പോലെ ഇരിക്കും നമ്മൾ വിജയിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിരിക്കും ആദ്യം ഇടുന്നത്, പക്ഷേ അതിൽ ഒറ്റ വ്യൂസും കാണത്തില്ല, ഒരു ലൈക്കും കാണത്തില്ല, സബ്സ്ക്രൈബറോ ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനി ഒരു വീഡിയോ കൂടി ഇട്ട് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നിർത്തി പോകാം. അല്ല, ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, നമ്മൾ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ആവണമെന്നില്ല. നമ്മൾ പല യൂട്യൂബേഴ്സിൻ്റെ എബൌട്ട് എടുത്ത് നമ്മൾ നോക്കിയാലും കാണാൻ കഴിയും 7 വർഷം 8 വർഷം, അതുപോലെ തന്നെ അവർ വീഡിയോ ഇട്ടത് ഏത് വർഷം മുതലാണ്, എത്ര വർഷമായി, എത്ര വർഷം പിന്നിട്ട് പോയി, നമുക്ക് എന്നെല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ട് അല്ലെങ്കിൽ 10 വീഡിയോ ഇട്ട് 20 വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ലോകം അറിയപ്പെടാൻ പറ്റുമെന്നോ നമുക്ക് ഇപ്പം ക്ലിക്ക് ആകുമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇടുന്ന വീഡിയോ കണ്ടന്റ് പോലെ ഇരിക്കും നമ്മൾ വിജയിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫിഷിങ്ങിന്റെ കണ്ടന്റ് ചിലപ്പോൾ ഒരു ദിവസം ഇടും, അത് കഴിഞ്ഞ് നമ്മൾ ഫാമിന്റെ ഒരു ഇടും, അത് കഴിഞ്ഞ് നമ്മൾ വ്ളോഗ് ഇടും, അത് കഴിഞ്ഞ് നമ്മൾ ബിസിനസിന്റെ എന്തെങ്കിലും കണ്ടന്റുകൾ നമ്മൾ ഇടുമായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇടുമ്പോൾ നമ്മൾ ഇടുന്ന പല കണ്ടന്റുകൾ ഇടുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് ആയിരിക്കും ക്ലിക്ക് ആകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ 5-6 കണ്ടന്റ് ആദ്യം തുടങ്ങുന്ന ഒരു ഇടുക, ഇട്ടിട്ട് അതിൽ ചിലപ്പോൾ ക്ലിക്ക് ആവുന്ന ഒരു കണ്ടന്റ് കാണും. അപ്പോൾ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബർ കയറും. അത് ഒരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടതാണ്. എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 1000 സബ്സ്ക്രൈബർ ആയാൽ മാത്രമേ നമുക്ക് എല്ലാവരും അറിയപ്പെടും. 1000 സബ്സ്ക്രൈബർ ആയാലും ആരും അറിയപ്പെടത്തില്ല. എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ റീച്ച് കിട്ടിയാൽ മാത്രമേ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ അറിയപ്പെട്ടു തുടങ്ങത്തുള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ആൻഡോസ് വ്ലോഗ് എന്ന് പറയുമ്പോൾ ആൻഡോസ് വ്ലോഗ് ഇന്ന പയ്യനാണ് എന്നറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യം, നമ്മൾ വീഡിയോ ഇടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക. എന്ന് പറയുമ്പോൾ ഡെയിലി 2 ഷോർട്ട് വീഡിയോ എങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ളവരെ അപ്ലോഡ് ചെയ്യുക. 2 ഷോർട്ട് വീഡിയോ, അതുപോലെ തന്നെ ലോങ് വീഡിയോ വന്നിട്ട് ആഴ്ചയിൽ 3 ലോങ് വീഡിയോ ഇടുക. എന്ന് പറയുമ്പോൾ നമ്മുടെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ലോങ് വീഡിയോ ഇടത്തില്ല, ഷോർട്ട് വീഡിയോ മാത്രം സബ്സ്ക്രൈബർ കയറ്റാൻ നോക്കും. ചിലപ്പോൾ ഷോർട്ട് വീഡിയോ സബ്സ്ക്രൈബർ കയറും, അത്രയ്ക്ക് വാച്ച് ഓവർ കംപ്ലീറ്റ് ആവത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ ലോങ് വീഡിയോയിൽ 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം വാച്ച് ഓവർ. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ വന്നിട്ട് 2 ക്രൈറ്റീരിയ വരുന്നത്. ഒന്ന് 500 സബ്സ്ക്രൈബർ, 3000 മണിക്കൂർ വാച്ച് ഓവർ, 30 ലക്ഷം ഷോർട്ട് വ്യൂസ്. ഈ വാച്ച് ഓവർ എന്ന് പറയുന്നത് ലോങ് വീഡിയോ ആണ് കണക്കാക്കുന്നത്. അടുത്ത് വരുന്ന ക്രൈറ്റീരിയയാണ് 1000 സബ്സ്ക്രൈബർ, 4000 വാച്ച് ഓവർ, അതുപോലെ തന്നെ 100 ലക്ഷം. ഒരു മിനിറ്റ്, ഷോർട്ട് വ്യൂസിൽ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷോർട്ട് വ്യൂസിൽ 100 ലക്ഷം വ്യൂസ് കാണണം. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യാനുള്ളത് ഷോർട്ട് വീഡിയോ ഡെയിലി 2 ഇടുക. ബിഗ്നേഴ്സ് ആയിട്ടുള്ളവരാണ് പറയുന്നത്. ഷോർട്ട് വീഡിയോ ഡെയിലി 2 ഇടുക. അതുപോലെ തന്നെ ആഴ്ചയിൽ 3 ലോങ് വീഡിയോയിൽ ഇടാൻ നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വാച്ച് ഓവർ പെട്ടെന്ന് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഷോർട്ട് വീഡിയോയിൽ നമുക്ക് സബ്സ്ക്രൈബർ കയറും, ഇല്ലെന്ന് പറയുന്നില്ല, സബ്സ്ക്രൈബർ കയറും. പക്ഷേ നമ്മൾ ലോങ് വീഡിയോ കൂടി ഇട്ടാൽ മാത്രമേ നമുക്ക് വാച്ച് ഓവർ കയറി കംപ്ലീറ്റ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം ഇത് രണ്ടുമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്നോട് പലരും പറഞ്ഞു, എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പേടിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഫേസ് കാണിക്കാൻ ഒരു പേടി, അതുപോലെ തന്നെ സൗണ്ട് കേൾപ്പിക്കാൻ ഒരു പേടി. നിങ്ങൾക്ക് ഒരു ഒറ്റ കാര്യം പറയാം, നമ്മൾ ആരെയും പേടിച്ചിട്ട് ഒരു കാര്യമില്ല. യൂട്യൂബ് ചാനൽ വിജയിക്കണമെങ്കിൽ നമ്മൾ മുൻപിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആരും ഇന്നാ നീ യൂട്യൂബ് ചാനലിൽ നിന്ന് പ്ലേ ബട്ടൺ നീ കൊണ്ടുപോകുന്ന ആരും പറയത്തില്ല. യൂട്യൂബ് ചാനൽ റവന്യൂ നമുക്ക് പൈസ നമ്മൾ ആരും തരത്തില്ല. നമ്മൾ ഒരു വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തായാലും അതിനായിട്ടുള്ള നമുക്ക് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത്, നമുക്ക് ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഫേസ് കാണിക്കാതെ, വോയിസ് കാണിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കണ്ടന്റ് ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ക്ലിക്ക് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് കണ്ടന്റ് ആണോ നിങ്ങൾ ഇടാൻ ആഗ്രഹിക്കുന്നത്, എല്ലാം നിങ്ങളെ ചൂസിങ് പോലെ ആയിരിക്കും. കാരണം നിങ്ങൾ ഇടുന്ന കണ്ടന്റ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലാതെ വീഡിയോ കാണുന്നവരായിക്കോട്ടെ, അവരിഷ്ടപ്പെട്ട് വരുന്നവർ അനേകം പേര് കാണും. ഞാനിപ്പോൾ ഇടുന്ന വീഡിയോസ് തന്നെ എനിക്ക് എങ്ങനെ വേണം ഡെയിലി 5 സബ്സ്ക്രൈബർ വെച്ച് കയറുന്നുണ്ട്. 5-ൽ കൂടുതൽ 20 സബ്സ്ക്രൈബർ കയറിയിട്ടുള്ളത് കൊണ്ട്. എന്ന് പറയുമ്പോൾ നമ്മളെ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അവർ കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്യുക, വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുക,
അതുപോലെ തന്നെ ആഴ്ചയിൽ 3 ലോങ് വീഡിയോ ഇട്ടിട്ട് ഡെയിലി 2 ഷോർട്ട് വീഡിയോ ഇടുക. എങ്കിൽ മാത്രമേ ചാനൽ നല്ല രീതിയിൽ മൂവായി പോകത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഹിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് വീഡിയോ എണ്ണം കുറയ്ക്കാം, ഷോർട്ട് വീഡിയോ ഡെയിലി 1 ആക്കാം. അത് ഹിറ്റ് ആയതിനു ശേഷം അതുവരെ നിങ്ങൾ യൂട്യൂബ് ചാനൽ ഇങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ കുറേ ക്രൈറ്റീരിയ ഉണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ മാക്സിമം അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കൊണ്ടുവരാം. ഇപ്പം വീഡിയോ 5 മിനിറ്റ് ആയിട്ടുണ്ട്, കൂടിപ്പോകും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ യൂട്യൂബിലുള്ള സെറ്റിംഗ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന സെറ്റിംഗ്സും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബേഴ്സ് പറയുന്ന സെറ്റിംഗ്സാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിജയിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ ചാനൽ അത്യാവശ്യം കയറി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിജയിക്കും. നമ്മൾ ഒരു നാൾ നമ്മൾ വിജയിക്കും. നമ്മൾ പഠിച്ചുള്ള ഒരു സമയം നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് പോലെ നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ എത്തിപ്പെടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഒരു ദിവസവും ഇടാതിരിക്കരുത്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം വീഡിയോ ഇട്ട് ഒരാഴ്ച വീഡിയോ ഇട്ടില്ല, അടുത്ത ഇടാന്ന് പറഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ കയറിയ വ്യൂസ് വരെ കയറണമെന്നില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യാനുള്ളത് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. ഒറ്റ കാര്യം പറയാനുള്ളൂ, വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുക, മുടക്കരുത്. അതുപോലെ തന്നെ പേടിയില്ലാതെ, ഭയമില്ലാതെ, നാണക്കേട് കരുതാതെ നല്ല രീതിയിൽ. ഇപ്പോൾ നമുക്ക് ഐഫോൺ തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ സാംസങ് S25 അൾട്ര തന്നെ വേണമെന്നില്ല. നമുക്കിപ്പോൾ എന്താണ്, എനിക്കിപ്പോൾ മൈക്കൊന്നുമില്ല, മൈക്കില്ല. ഇപ്പം ഞാനൊരു ട്രൈപോഡ് വാങ്ങിച്ചത്, അത് എത്ര 200 രൂപയ്ക്ക് താഴെയുള്ള ട്രൈപോഡാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് വേണമെന്നൊന്നുമില്ല, നമ്മളെ കണ്ടന്റ് പോലെ ആയിരിക്കും നമ്മുടെ ചാനൽ ക്ലിക്ക് ആവാൻ. അപ്പോൾ എനിക്ക് ഇന്ന് ഒറ്റ കാര്യം പറയാനുള്ളൂ, വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. അതിപ്പോൾ 2026, 27, 28, അത് ഓരോ സമയത്ത് യൂട്യൂബ് ഓരോ ക്രൈറ്റീരിയ കൊണ്ടുവരും. അത് അപ്പോൾ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. അതുപോലെ തന്നെ ഒരു ദിവസം മുടക്കം വരുത്തരുത്. ഇടുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഇടാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഒരു 2-3 ഐറ്റം കണ്ടന്റ് ഇടുമ്പോൾ ഏത് കണ്ടന്റാണോ ക്ലിക്കായി വരുന്നത് ആ കണ്ടന്റ് മാക്സിമം ചെയ്യാൻ നോക്കുക. അതിപ്പോൾ ചാനൽ കയറി നല്ല മൂവിങ്ങിൽ വരും, എന്ന് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ് കണ്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര പറയാനുള്ളൂ. വീഡിയോ ഇടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, നല്ല രീതിയിൽ വീഡിയോ ഇടുക. എഡിറ്റിങ് വലിയ രീതിയിൽ അറിയണമെന്നില്ല, എനിക്ക് വലിയ എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല. പക്ഷേ എന്നാലും ഞാൻ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്നാലും നമ്മൾ വീഡിയോ ഇടുന്നു, പക്ഷേ ആളുകൾ അറിയുന്നു, ചാനൽ പെട്ടെന്ന് തന്നെ കയറി വരുന്നു. ഞാൻ കരുതിയില്ല ഇപ്പോൾ 200 സംതിങ് സബ്സ്ക്രൈബറേ ഉള്ളൂ, ഇതാവുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല പെട്ടെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ യൂട്യൂബിൻ്റെ സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അടി വന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ അടുത്ത വീഡിയോയിൽ അതും കൂടെ പറഞ്ഞു തരുമെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ.